ശ്രീ റിജു ലൂക്കോസ്, ഈ സർക്കാരിലെ ഏറ്റവും മോശം വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമോ? കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കേണ്ട, എൻ്റെ അംഗീകാരത്തെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. എന്നോട് സമയം കിട്ടണം, ഞാൻ ഒരാളേ ഉള്ളൂ. ഈ വിഷയം, അതായത് കുന്നംകുളം വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ ചെന്ന് 2 പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് പിന്നെ പുള്ളിയെ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം ആ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ വിഷയം, ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു സമരം അരങ്ങേറുന്നവർ പ്രഖ്യാപിച്ചിരുന്നു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നവാസ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാനിരിക്കുന്ന ഈ കോട്ടയം ജില്ലയിലാണ്. എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷന് ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തവർക്ക് ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു കോൺഗ്രസ്സുകാരനും ഇല്ലായിരുന്നു. കാരണം എന്താ അറിയോ? ഇപ്പോൾ ഈ സമരം ചെയ്യാൻ കോൺഗ്രസ്സുകാരെ കിട്ടത്തില്ല. കാരണം അവർക്കറിയാം അവർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാണക്കേടാണെന്ന്. കാരണം അവരുടെ ഭരണകാലത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇടിവീരന്മാരായ പോലീസുകാരുടെ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ആളില്ലായിരുന്നു. കെ മുരളീധരനെ പോലെ ഒരാളും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിച്ച ഒരു MP ആണെന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് നിങ്ങളിപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട്. എന്താ, അദ്ദേഹം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് അദ്ദേഹത്തിന് നല്ല ജനസമ്മതിയുണ്ട്. ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് പാതാളത്തോളം. ആ മാനസിക വിഷമത്തിൽ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിച്ചത് നിങ്ങളത് കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ പോയി സംസ്കാരമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയി സമരത്തിലിരിക്കുമോ? ഇല്ല, ഇരിക്കത്തില്ല. അവർക്ക് ആളില്ല. കാരണം അവർ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് നേർക്കാഴ്ചയായിട്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതിനെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനഭാവയാണ്. ഞാൻ വീണ്ടും അത് ചെക്ക് ചെയ്ത് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇവിടെ നവാസ് പറഞ്ഞു, പിന്നെ റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹത്തിന് മലയാളം അറിയാൻ മേലാത്തതുകൊണ്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. നവാസ് ഒന്നാം തരമായിട്ട് ഇംഗ്ലീഷ് അറിയാം. നവാസ് ഇംഗ്ലീഷ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഇപ്പം തന്നെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ 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 ബഹുമാനത്തോടെ ഞാൻ പറയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിങ്ങളിപ്പോൾ വിചാരണ ചെയ്യുന്നതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നു. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എവിടെ? ഇന്ന് കേരളത്തിലെ എത്ര കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സമരം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു? നിങ്ങൾ പറയൂ. നിങ്ങൾ 3-4 പേരുടെ കാര്യം കാണിച്ചല്ലോ. കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ഇല്ലാതായിരിക്കുന്നു. ഒരു സമരത്തിന് ഒരാളില്ല. ഇനി യൂത്ത് കോൺഗ്രസ് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ, ഒരു അധ്യക്ഷനുണ്ടോ ഒരു സമരം ചെയ്യാനായിട്ട്? ഒരു നേതാവുണ്ടോ അതിന്? ആരാ ഉള്ളത് ഇവിടെ? അവർക്കൊരു നേതാവിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് ഇതുപോലെ കേരളത്തിലെ CPM-നെ അലക്കാം, അത് തേക്കാം, വെളുപ്പിക്കാം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാന്നൊക്കെയാണ് ഇവരുടെ ധാരണ ഇരിക്കുന്നത്. കേരളത്തിൽ വിലപ്പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നോക്കൂ, ശ്രീകുമാർ സാർ പറഞ്ഞത്, ഞാൻ അത് ആവർത്തിച്ച് പറയാം. സാധാരണ ശ്രീകുമാർ സാർ എന്താ പറയണേ, കണക്കും എല്ലാം കൂടി അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. കാരണം കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ്. രാവിലെ വൈകുന്നേരം വാചകടിക്കുന്ന മുഖ്യമന്ത്രിയല്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സാർ, ഞങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഉമ്മൻചാണ്ടി സാറൊക്കെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ ആൾക്കാരുടെ കൂടെ വന്ന് പല കാര്യങ്ങളും പറയും. അതിന് അദ്ദേഹത്തിന് ജനകീയതയുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പിണറായി വിജയൻ അതല്ല. പിണറായി വിജയന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം. കോവിഡ് മുതൽ, നിപ മുതൽ, പിന്നെ അതുപോലെ തന്നെ 2 പ്രളയം, അതുപോലെ തന്നെ നമ്മുടെ ഓക്കി, ഇവിടെയൊക്കെ ഈ മനുഷ്യനെ നിങ്ങൾ വിമർശിച്ചു. പക്ഷേ കേരളം അദ്ദേഹത്തിനെ അംഗീകരിച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തു, മിഷണറികളെ ചലിപ്പിച്ചു, കേരളത്തിനെ കൈക്കുള്ളിലാക്കിയ മുഖ്യമന്ത്രി. അവസാനം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? ലോകത്തെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല മുഖ്യമന്ത്രിയെ കുറിച്ച്. ഇപ്പം നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അദ്ദേഹം മിണ്ടുന്നില്ലെന്ന്. അദ്ദേഹത്തിന് രാവിലെ വൈകുന്നേരം മിണ്ടുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അദ്ദേഹം ഒരു പത്രസമ്മേളനമായിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ആവശ്യത്തിന് പത്രസമ്മേളനത്തിൽ വരും. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും, 2 മറുപടിയിലൂടെ നിങ്ങളുടെ വായടയും. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിവുള്ള ശ്രീകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എവിടെ? പ്രതിപക്ഷ നേതാക്കൾ, നമ്മുടെ സമയം കഴിയുന്നുണ്ടാണ്, ഒന്ന് സഹകരിക്കും.